ഇന്ന് രാവിലെ തന്നെ എൻ്റെയും മോളുടെയും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അപ്പം ഞാൻ വേറെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഗോസികൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിരുന്നേ. അപ്പം ഇന്ന് രാവിലെ 2 ദോശയും സാമ്പാറായിരുന്നു. 2 ദോശയും സാമ്പാറായിരുന്നു. അപ്പം ഞാൻ 2 ദോശയും സാമ്പാറൊക്കെ എടുത്ത് വേഗം തന്നെ കഴിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നേ. അതായത് 3-4 ദിവസം മുന്നേ ഏട്ടൻ ബൈക്കിൻ്റെ മുന്നിൽ വീണിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്ക് കുത്തി വീണ കാരണം കൊണ്ട് ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ 2-3 ദിവസം മരുന്ന് എഴുതി തന്നു. പക്ഷെ അത് കുടിച്ചിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇപ്പോൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ എക്സ്റേ ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് പട്ടാമ്പി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി നില ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ എക്സ്റേ ഉണ്ടല്ലോ. അങ്ങനെ എക്സ്റേ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നീരുണ്ട്, അപ്പം അതിൻ്റെ വേദനയായിരിക്കും. ഒരു 2-3 ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടന് സമാധാനമായി. അപ്പോൾ ഏട്ടൻ അപ്പം തന്നെ മരുന്നൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. കാരണം വേദനയുണ്ട്. അപ്പം അങ്ങോട്ട് ബൈക്കിൽ യാത്ര ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതായത് അടുത്തുള്ള ക്യാൻറ്റീനിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോയിട്ടോ. കാരണം കുറച്ച് സമയം ഉണ്ടായിരുന്നു ബാക്കി. അപ്പം വെറുതെ ഇരിക്കലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സിനിമ കയറി. ചത്തപ്പച്ചയാണ് കേട്ടോ കാണാൻ വേണ്ടി വന്നത്. ഞങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ റിവ്യൂയിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സിനിമയാണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ലാസ്റ്റത്തെ ആ സീന്, ക്ലൈമാക്സ് സീനൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പം മോള് കുറച്ച് തിന്നാനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അവളത് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു എന്താ പറയുക, ലാസ്റ്റത്തെ ആ സീനൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഒരു പ്രാവശ്യം കാണാം കേട്ടോ, ഒറ്റ പ്രാവശ്യം കാണാം. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്കെന്തോ ഇഷ്ടമായില്ല. എനിക്കും ഇഷ്ടമായില്ല, ഏട്ടനും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടോ, കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോഴാണ് ഒന്ന് വീഡിയോ ഇടുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ പോരായ്മകളും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.